ഗുഡ് മോർണിംഗ് ഗായ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം ട്രാവൽ വ്ളോഗൊന്നുമല്ല, ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഫാമിലി വ്ളോഗിൽ നമുക്കിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ചേച്ചിയുടെ അടുത്തേക്കാണ്. ചേച്ചിയും പിള്ളേരുമായിട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു അവധിക്കാലം, അവരുടെ ഒരു അവധിക്കാലം, പിന്നെ ചെറിയൊരു ഗ്രാമാന്തരീക്ഷം. പിന്നെ വ്ളോഗിൻ്റെ പ്രത്യേകത കുറവുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ശ്രീകുട്ടൻ വ്ളോഗിലില്ല. അപ്പോൾ എത്രത്തോളം ഇൻട്രോയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ ഒക്കെ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനായിട്ടാണ് വ്ളോഗ് തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 10-15 വ്ളോഗൊക്കെ ചെയ്തു വരുമ്പോഴേ നമ്മൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുള്ളൂ. എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും സംസാരമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു 10-15 വ്ളോഗൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയിലെത്തുള്ളൂ. അപ്പോൾ അതുവരെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് ലെങ്ത് കൂടി പോയി, 22 മിനിറ്റ് 23 മിനിറ്റ് വലിച്ചു നീട്ടിയ അവസ്ഥയൊക്കെയായി പോയി എന്നൊക്കെ പറയണു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തുറന്നു പറയുക. അപ്പോൾ തുറന്നു പറയുമ്പോഴാണ് നമ്മൾ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നമ്മളത് ഒന്നുകൂടെ ബെറ്റർ ആക്കി എടുത്ത് അടിപൊളിയാക്കി വ്ളോഗ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളെ പൂർണ്ണമായ സപ്പോർട്ടും ഇതിൻ്റെ കൂടെ വേണം. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നിലമ്പൂര് തിരുവാലി മഞ്ചേരി റോഡ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഇവിടെ നിലമ്പൂരുകാർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സംഭവമാണ് അല്ലേടാ. ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു റോഡ്, ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു വയൽ, നെൽപ്പാടം. അപ്പൊ നമ്മള് ചേച്ചിന്റെ അടുത്തേക്ക് എത്തി. ഇതാ മക്കള്. അക്കാസ് വാടാ, നന്ദു വാടാ, ഇവിടെ വാ. ചേച്ചി അമ്പലത്തിലൊക്കെ പോയി വന്നു ഞായറാഴ്ചയായിട്ട്. ഇവിടെ വൻ പരിപാടിയൊക്കെ നടക്കാന്ന് പറഞ്ഞു അമ്പലത്തില്. എന്റെ ഡാൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അമ്മേന്റെ പരിപാടിയാണ് നമ്മള്. ഇതാണ് ചേച്ചിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്വന്തം ചേച്ചി. കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങാണോ? രാവിലത്തെ എന്താണ് നമുക്ക് പ്രഭാത പരിപാടികൾ? സേമിയ ഉപ്പുമാവ്. അമ്പലത്തിലൊക്കെ പോയി വന്ന് അടിപൊളിയായി. നിങ്ങളെ പരിപാടി എന്നാ? മറ്റന്നാളോ? മറ്റന്നാൾ എന്താണ് ഇത് പരിപാടി? കൈകൊട്ടിക്കളി. അടിപൊളി. അപ്പൊ അതിന്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണത്. പിള്ളേര് അവധിക്കാലങ്ങള് അടിപൊളിയാക്കിക്കൊണ്ട് കുട്ടികള്. നന്ദു എന്താണത്? വെള്ളല്ല. എങ്ങനെയുണ്ട് നമ്മള് ലീവ് എങ്ങനെയുണ്ട്? സ്കൂൾ ലീവൊക്കെ അടിപൊളിയാ. സൈക്കിള് എന്തൊക്കെ കളികളാണ് കളിക്കല്? ഓടിക്കളി. മുറിയാവുമ്പോ ഇരിക്കുക, അല്ലെങ്കിൽ ഓടുക. പോലെ ഓടി കഴിച്ചിട്ടാവല്ലേ. പ്രേക്ഷകരായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പളെ അതിലൊരു ഇമ്പുണ്ടാവും. ആകെ നമുക്കൊരു 200 വ്യൂവേഴ്സ്. നിങ്ങളൊരു 500 ആൾക്കാരുടെ മുന്നിലാണ് ഡാൻസ് ചെയ്യാൻ പോകും. അപ്പൊ ഈ 200 ആൾക്കാരോട് നിങ്ങൾ അടിപൊളിയായിട്ട് ഇന്ററാക്ട് ചെയ്താൽ ഈ 500 ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അല്ല, അത് സത്യമായിട്ടുള്ള മോട്ടിവേഷൻ നല്ലതാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു ഈ ഇത്രയും ആൾക്കാരെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. അല്ലെ? സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല. അതേന്ന് പറഞ്ഞ കാര്യമില്ല. ഇന്ററാക്ട് ചെയ്യണം, സംസാരിക്കണം. ഇനി ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനാ പോകേണ്ടത്? നാളികേരം കിട്ടണം. പിന്നെ ബാക്കി ഞാനിങ്ങനെ വാട്സപ്പ് ചെയ്യാം. നല്ല കാര്യം. അബിയ ഉഷാറല്ലേ? വ്ലോഗ് ഉഷാറാക്കണ്ടേ? ആൾക്കാരൊക്കെ ഒരു ഹായ് പറഞ്ഞു. ഇതാണ് അബി. ചെറിയ ചെക്കൻ്റെ ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വളവെന്ന് വരാന്നാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങാടിക്ക് പോയി തോന്നുന്നു എൻട്രിക്ക് വേണ്ടിട്ട്. എവിടുന്നാണോ വരുന്നത്? ഞാൻ വരുന്നതൊന്ന് എടുത്തു തരുമോന്ന് ചോദിച്ചാ അങ്ങോട്ട് പോയി.
എപ്പോഴാ വരുന്നത്? ആ കാണുന്നുണ്ട്. ആ എല്ലാരും കാണുന്നുണ്ട്. ഒരു പക്കാ എൻട്രി കൊടുക്ക്. എല്ലാരും മാസ്. ടേൺ ചെയ്. ചാടി ഇറങ്ങുവോ? ബ്രേക്ക് ആണെങ്കിൽ ഇല്ല. ഇനി എടുക്ക അവർക്ക് കേശേട്ടനൊക്കെ മാങ്ങ മാങ്ങ ചെല്. മാങ്ങല്ലേ ഏത്? ചേട്ടാ കേശേട്ടൻ മാങ്ങ പറക്കണേ. ഓന ഇമ്മ കേറിട ശരിക്കും അവധിക്കാലം കാണുന്നുണ്ടോ പ്രേക്ഷകരെ വല്ലതും? എവിടെ ഒരു മാങ്ങ കിട്ടിട്ട താഴ്ത്തിക്കിടല്ലേ, നേരെ കഴിച്ചിട്ട്. അടുത്തൊന്നുമില്ല അവിടെ, അടുത്തൊന്നും മാങ്ങല. നന്ദു എന്താ മാങ്ങണ്ടോ ചേച്ചി? അവിടെ അടുത്തൊന്നുമില്ലല്ലോ, കൈ എത്തണോടത്ത്. എന്താലേ ഇത് കാണുന്നുണ്ടോ? ശരിക്ക് കുട്ടികള് അവരുടെ അവധിക്കാലം എൻജോയ് ചെയ്യേണ്ട രീതികളാണ് ഇതൊക്കെ. ഹായ് ഗേസ്, അത് പറഞ്ഞു കൊടുക്കേ. ക്യാമറയ്ക്ക് നോക്ക്. ഇതാണ് മാങ്ങ അല്ലേ? അതെ. തലയ്ക്ക് വീഴുവോ? കൈ എത്തണോടത്തൊന്നും ഇല്ലല്ലോ. നമ്മുടെ ചെറുക്കൻ അതിസാഹസികമായിട്ട് ചാടരുത് കേട്ടോ, വീഴരുത് കൈമന്നിട്ടോ. കാലും കൈയൊക്കെ നോക്കണം. ഞാനിപ്പോ സമ്മതിച്ചെന്ന് വെച്ചാൽ ദിവസം ഇതുമ്പോ കേരളുണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ. എല്ലാരും പറയും കുട്ടികള് സാഹസികം കാണിച്ചിട്ട് അത് നോക്കി നിക്കുകയാണെന്നൊക്കെ പറയും. തല എടാ പറഞ്ഞത് ഇങ്ങോട്ട് നിന്നാ മതി. ഇങ്ങോട്ട് ഇറങ്ങിക്ക. ഇപ്പൊ എങ്ങനെ അതിന്റെ മേലേക്ക് പോയത്? പതുക്കെ ഇറങ്ങിട്ടോ, നോക്കി ഇറങ്ങി. വേണ്ട, ചെറുതാട്ടോ ഒക്കെ ഇട്ടിട്ടാ. അയ്യോ അറിഞ്ഞിട്ടോ നന്ദൂന്റെ കൈകൾ നിറച്ചു മാങ്ങ അല്ലേ? കൈകൾ നിറച്ചു മാങ്ങ. അടിപൊളി മാങ്ങ, ചെറുതാട്ടോ, ഒന്നും ആയിട്ടൊന്നുമില്ല. നമുക്ക് വെള്ളം കാണിക്കാം. നീ വരുന്ന പതുക്കെ ഇറങ്ങിക്ക. ഇറങ്ങി മതി അത് മതി. ക്ലോസപ്പ് ചെയ്യണം. അവൻ ഇറങ്ങി വരുന്നോ? അത് വിദഗ്ധമായി ഇറങ്ങി ഇറങ്ങി. കൊറേ ചില്ലകളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, കേറി പോവാൻ. അമ്പലവെള്ളം കാണിച്ചു കൊടുക്കാലോ. അതൊക്കെ ഇറങ്ങിട്ടോ. ഇത് സാഹസികമായിട്ട് മാങ്ങ പറിച്ചു പോകുന്നു. നിങ്ങള് ദിവസം ഇമ്മ കേറും? ചെക്കന്മാരെല്ലാരും ഇതിലും കേറും. എല്ലാരും കൂടെ വന്നിട്ട് നല്ല രസമാണല്ലോ. തൽക്കാലം നമുക്ക് ഇത് ഇവിടെ വെക്കാം അല്ലേ? എന്തുവാ ഇവിടെ വെക്കാം. നമുക്ക് പോകുമ്പോ അല്ലോ കേട്ടോ. കുഴിക്ക് വീഴരുത് കേട്ടോ, നോക്കി പോണേ. ഇവിടെ എങ്ങനെ മീൻ ഉണ്ടാവുക? ഇവിടെ അല്ല. കറക്റ്റ് ഒരു ഗ്രാമം, നാട്ടുംപുറം ഒക്കെ കാണും. നല്ല രസമുള്ളൊരു നല്ല തണുപ്പ് കേട്ടോ. അന്തരീക്ഷങ്ങളൊക്കെ നല്ല തണുപ്പ്. ചീരകൃഷിയൊക്കെ ഉണ്ടല്ലോ. ഏതപ്പോഴാ നമ്മളെ ഇത് വരുന്നേ കേശു? ഇതോ ഈ കവുങ്ങുണ്ടോ കേട്ടോ. ചീരയൊക്കെ ഉണ്ട് കേട്ടോ, ചുവന്ന ചീരകള്, വാഴക്കൃഷികള്, പയറ്, വാഴ. ഇത് കണ്ടോ ഇവരെ കണ്ടെടുത്ത് ചുവന്ന ചീരകള്, വാഴകള്, കവുങ്ങും തോട്ടങ്ങള്. പതുക്കെ പോട്ടോ, സൂക്ഷിച്ചു പോ. അതെ സൂക്ഷിച്ചു വരണല്ലേ.
അതെ, വീട്ടിലെ കാരണവരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതെ, ആ റെഡി 1 2 3 4 5 അല്ലേ? നിങ്ങളെ ഇഷ്ടം പോലെ മീനുകൾ, ചെറിയ ചെറിയ മീനുകളാട്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകൾ, കുഞ്ഞു മീനുകൾ. ഇവിടെ തട്ടണ്ടോ, ഇതൊക്കെ കറണ്ട് പോകണേ. സൂക്ഷിച്ചുവാ. സ്റ്റാർട്ടായോ? ഓക്കെ, നീ നടക്കും, മുന്നിക്ക് നടക്കും. എനിക്ക് സ്ഥലങ്ങള് കാണിച്ചു കൊടുക്കല്ലേ. പഴയ ഇത് കണ്ടെങ്കില് ഈ വരമ്പില് ഇത് കണ്ടോ, ഈ വരമ്പിന്റെ ഇതൊക്കെ കെട്ടുകളൊക്കെ, ഇതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്. ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കറക്റ്റ് നാടുമ്പുറങ്ങൾ തന്നെ വേണം. അപ്പൊ അങ്ങനെയാണ് ലേടാ തണുപ്പ്, നല്ലൊരു തണുത്ത ഒരു അടിപൊളി തണുപ്പ്, നല്ല ശരീരത്തിനൊക്കെ ഭയങ്കര കൂളാണ്. നീ എങ്ങോട്ടാ ചോദിച്ചു? അങ്ങോട്ടാ അതൊക്കെ ഇത് തന്നെയല്ലേ, കുളത്തിനായിട്ട് പോവാ. അങ്ങോട്ട് പോവാ. നമ്മള് ഇത് കൂടെ പോകാൻ പറ്റൂലേ? അതിനങ്ങോട്ട് പോകാൻ പറ്റൂലേ? പോവാൻ പറ്റിയത് നോക്കി നമ്മള് കാണിച്ചു കൊടുക്കണം. കാരണവര് മുന്നിക്ക് നടക്ക്. സംസാരിക്കേണ്ടത് കുട്ടി തന്നെയാണ് സംസാരിക്കുന്നത് മുഴുവൻ. ഇത് മുള്ളുണ്ട് കേട്ടോ, നോക്കിക്കോട്ടെ. നല്ലൊരു കുട്ടി പോട്ടെ. തറവാടാട്ടെ, തറവാട്ടിലേക്കുള്ള വഴിയാണ്. ഒരു തറവാട് ഇങ്ങോട്ട് പോരും, ഇതുകൂടെ കൊണ്ട് പോരും. എടാ ഇത് കൂടെ വാടാ, എന്ത് ഇത് കൂടെ വാ. ഇതൊന്ന് സംഭവം, ഇതെന്ത് പോവുന്നു? മന്ദാരം. പള്ളിയുടെ തറവാട് ഒക്കെ കൂട്ടിയിട്ടാണ്. ഇവിടെ ആൾക്കാർ താമസമില്ലാതെ നമസ്കാരമൊക്കെ പോയതല്ലേ. പഴയൊരു ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഇവരൊക്കെ തന്നെ ഉണ്ട്. ഉത്സവം തറവാട് എന്തോ ആണ്. ഇനി നമ്മളാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം, അമ്പലക്കുളം. അടിപൊളിയില്ലേ, പറഞ്ഞു കൊടുക്കാൻ കിട്ടും കാണാരേട്ടാ. അമ്പലക്കുളത്തിന് മുന്നിട്ട് പോവാം. ഇവിടെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കൊറേ അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ കുളിക്കലും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പായല് കിട്ടിയാലേ. ആശാനെ വീഴല്ല, ആശാനെ ആൾക്കാർ കാണും വീണത്. നമ്മളെന്നും വീണ പോലെയല്ല. അതെ അതെ, ഇവിടെ വഴിയുണ്ട്. അതാണിപ്പോ അതിന്റെ ഒരു ഹൈലൈറ്റ്. അതെ, ബ്യൂട്ടിഫുൾ. അതെ അതെ, പായലാണ്, പറക്ക് ഫുള്ള് പായല് കെട്ടി ഇരിക്കാണ്. കൊളമാണ് ഇപ്പോഴാണ് കൊളമായത്. പക്ഷെ ഇങ്ങോട്ട് ചെയ്യാം, അത് അങ്ങോട്ട് കിടക്കാതിരിക്കാനും കറക്റ്റ് അവിടെ അവിടുന്ന് അങ്ങോട്ട് കുളിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നെറ്റ് കെട്ടിയിട്ട് തന്നെ നിറഞ്ഞിട്ടുണ്ട്. പായൽ നിറഞ്ഞു. കാല് നോക്കണ്ടോ, തെന്നി വീഴുക, തെന്നി വീഴുക. യെസ് ബോസ്. തേങ്ങ അതെ അതെ.